ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു അവൽ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാനടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് മട്ടയവൽ ചേർത്ത് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ക്രിസ്പി ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ നമുക്ക് 1 കപ്പ് പൊരിയിട്ട് 2 മിനിറ്റ് വറുത്തെടുക്കാം. അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് നിലക്കടല വറുത്തെടുക്കാം. 1/2 കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് കാഷ്യും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സഡ് ജാർ എടുക്കാം. അതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന അവലിൽ നിന്ന് ഒരു 1/2 കപ്പ് അവലിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള 8 പാളയംകോടൻ പഴമാണ് ഞാൻ ചെറുതായിരിക്കും എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പാളയംകോടൻ പഴത്തിന് പകരം നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് തണുത്ത പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് പൊരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവലും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന പഴവും പാലും കൂടെയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അവലിട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഞാൻ 1 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില ഫ്ലേവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും പീനട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് അവൽ റോസ്റ്റ് ചെയ്തതും പൊരിയും കൂടെ നമുക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ മിൽക്ക് ഷേക്ക് തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.